ഈ മനുഷ്യന് തന്റെ അച്ഛന്റെ വേട്ടയാടാനുള്ള റൈഫിളിൽ എന്തോ വിചിത്രതയുണ്ടെന്ന് തോന്നിയിരുന്നു. അച്ഛന്റെ അഭിപ്രായത്തിൽ വെറും 3 അടി ദൂരത്തു നിന്ന് പോലും ഈ റൈഫിൾ കൃത്യമായി ലക്ഷ്യം വെക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ മുകളിലൂടെ പറന്നുപോയ ഒരു കാക്കയെ കണ്ടത്. ഒരൊറ്റ വെടിയിലൂടെ അവൻ അതിനെ വീഴ്ത്തി. അത് കണ്ട അച്ഛനും ഞെട്ടിപ്പോയി. വെടിയൊച്ച കേട്ട് ശത്രു സൈനികർ ഗ്രാമത്തിലേക്ക് എത്താൻ തുടങ്ങി. അച്ഛൻ ഉടൻ മുന്നോട്ട് വന്ന് തന്റെ പരിചയം പറഞ്ഞ് അവരെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ശത്രുസേനയുടെ ഓഫീസർ അയാളെ മാറ്റി നിർത്തി വെടിയുതിർത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. വൃദ്ധൻ വീട്ടിൽ തന്റെ റൈഫിൾ പരീക്ഷിക്കുന്നതിനിടെയാണ് വെടിയുതിർന്നതെന്ന് പറഞ്ഞു. ക്ഷമ ചോദിച്ച് തെറ്റ് തന്റേതാണെന്നും പറഞ്ഞു. സൈനികർ വീട് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ മകൻ വെറുതെ വീട്ടുജോലികളിൽ സഹായിക്കുന്നതുപോലെ അഭിനയിച്ചു. മേശപ്പുറത്ത് കിടന്നിരുന്ന ചത്ത കാക്കയെ കണ്ട അയാൾ വെടിയുതിർത്തത് ആരാണെന്ന് ചോദിച്ചു. ഓഫീസർ റൈഫിൾ വൃദ്ധന് തിരികെ നൽകി മറ്റൊരു പക്ഷിയെ ലക്ഷ്യം വെക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ വെടിയുണ്ട ഭാഗ്യം കൊണ്ടാണ് ലക്ഷ്യത്തിൽ പതിച്ചതെന്ന് വൃദ്ധൻ പറഞ്ഞു. അപ്പോഴാണ് ഓഫീസർ ഒരു ചെറിയ മരക്കഷണം എടുത്തത്. അത് മകന്റെ തലയ്ക്ക് മുകളിൽ വെച്ച ശേഷം അതിലേക്ക് വെടിവെക്കാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. റൈഫിളിന് വലിയൊരു പിഴവുണ്ടെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ട്രിഗർ അമർത്താൻ അയാൾ ഭയപ്പെട്ടു. എന്നാൽ ശത്രു കമാൻഡർ അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതോടെ മറ്റൊരു വഴിയുമില്ലാതായി. അയാൾ പതുക്കെ ലക്ഷ്യം വെച്ചു. അപ്പോഴാണ് മകൻ പറഞ്ഞിരുന്ന റൈഫിളിന്റെ ഒരു പ്രത്യേക തകരാർ അയാൾ ഓർത്തത്. ബാരൽ അല്പം വലത്തേക്ക് തിരിച്ച് അയാൾ ട്രിഗർ അമർത്തി. മകൻ ഉടൻ നിലത്തു വീണു. ഭയന്നുപോയ അച്ഛൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വെടിയുണ്ട സ്വന്തം മകന് കൊണ്ടുവന്ന് അയാൾ കരുതി. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മകൻ കണ്ണു തുറന്നു. യഥാർത്ഥത്തിൽ അച്ഛൻ കൃത്യമായി ലക്ഷ്യം വെച്ച് മകന്റെ തലയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ചെറിയ മരക്കഷണം മാത്രമാണ് വെടിവെച്ച് തീർപ്പിച്ചത്.